ഹലോ ഗൈസ്, ഞങ്ങളൊരു തോണിക്കടവ് പോയി വരാം. അല്ലുവിന് ഹെൽമെറ്റ് ഇല്ല. അത് ഏത് ഹെൽമെറ്റ് അല്ലു എടുത്തിട്ട്? സൈക്കിളിന്റെ ഹെൽമെറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട്. അല്ലുവിന് ഹെൽമെറ്റ് വാങ്ങണം അല്ലേ? ഹായ് ഹലോ. അപ്പോൾ നമ്മളിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് തോണിക്കടവ് അല്ലെങ്കിൽ കരിയത്തമ്പാറ അങ്ങനെയൊക്കെ പറയും. ഇവിടെ നിന്നൊരു 30 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട് കേട്ടോ അങ്ങോട്ടേക്ക്. ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് എനിക്ക് അമ്മയ്ക്ക് ഓഫായിരുന്നു. അപ്പം ബാക്കിയുള്ളവരൊക്കെ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ബോറടിച്ചിരുന്നപ്പം എന്തായാലും ഇന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങാമെന്ന് കരുതി പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് പെട്രോൾ അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബൈക്കിലൊരു കുറച്ചൊരു ബ്രേക്ക് കുറവുണ്ടായിരുന്നു. അപ്പോൾ ബ്രേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ നമ്മളിതാ കരിയത്തമ്പാറ എത്തി കേട്ടോ. ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ലായിരുന്നു. വിചാരിച്ച ഇത്ര തിരക്കൊന്നുമില്ല. ആദ്യം ഇവിടെ കയറണമെങ്കിൽ ടിക്കറ്റിൻ്റെ ആവശ്യമൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ ഒരാൾക്ക് ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് നല്ല കയറുന്നവർക്കൊക്കെ ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 30 രൂപ വെച്ചിട്ട്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ പോയി. അതിൽ ഭയങ്കര എക്സൈറ്റഡാണ്. വെള്ളം ഉണ്ടാവുമോ കളിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. പക്ഷേ അത്ര വെയിലായതുകൊണ്ടായിരിക്കണം വെള്ളമൊക്കെ ഭയങ്കരമായിട്ട് കുറവായിരുന്നു. മുട്ടം വെയിലാണ് ഗൈസ്, മുട്ടം വെയിൽ. അയ്യോ, വെയിൽ കൊണ്ട് ശരിക്കും ഞങ്ങൾ നല്ലതായിട്ട് ടയേർഡായി. നല്ല വെയിലുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ വെയിൽ കണ്ടപ്പോൾ എനിക്ക് മടുത്തു. ഞാൻ കരുതി തിരിച്ച് പോയാലോന്ന്. പിന്നെ അവരുടെ ഒരു എൻജോയ്മെൻ്റ് അല്ലേ. അമ്മയും ഹാപ്പി, അല്ലും ഹാപ്പി. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ആളെ ഡ്രസ്സൊക്കെ ഊരി കൊടുത്തിട്ടോ വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവൻ്റെ നീരാട്ടമൊക്കെ തുടങ്ങി. നല്ല വെയിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനധികം അവനെ കളിപ്പിക്കാൻ നിർത്തിയില്ല. പെട്ടെന്ന് തന്നെ കയറി പോരെന്ന് പറഞ്ഞു. അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു. അപ്പോഴേക്കും അവൻ കുറച്ച് വെള്ളം കുടിച്ചു. അല്ലിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, നമ്മളിനി വീട്ടിൽ പോവാണോ അല്ലെങ്കിൽ വെയിൽ പോയിട്ട് ഇവിടുന്ന് കളിക്കുമോ. ആൾക്ക് പോകാനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. കുറച്ചും കൂടി വെള്ളത്തിൽ കളിച്ചാൽ സുഖമുണ്ട് എന്നുള്ളൊരു മൈൻഡിലാണ് ആൾ നിൽക്കുന്നത്. പക്ഷേ നല്ല വെയിലായിരുന്നു, പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര വെയിൽ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങി, ഒരു കാടമുട്ടയൊക്കെ വാങ്ങി കഴിച്ചു. അതും കഴിഞ്ഞ് ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ ഒരു തോണിക്കടവ്, ഒരു പാർക്കുണ്ട്. നമ്മളൊരു ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് 2 തരം പാർക്കിൽ കയറാം. ഒന്ന് കരിയത്തമ്പാറ ആ വെള്ളമൊക്കെ ഉള്ള സ്ഥലത്തും കയറാം. പിന്നെ അതുപോലെ തോണിക്കടവ് ഇവിടെ ഒരു പാർക്കുണ്ട്. ഈ കാണുന്ന പാർക്കിൽ നമുക്ക് കയറാം. അങ്ങനെ ഞങ്ങൾ അവിടെയും കയറി പെട്ടെന്ന് തന്നെ ഇറങ്ങി. പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കാമെന്നുള്ള മൂഡിലെത്തി. അങ്ങനെ കൂരാച്ചുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പം ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു, അമ്മ ഫാമിലി റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട്. ഗായ്സ് അടിപൊളി ഫുഡായിരുന്നു, അടിപൊളി ഫുഡ്. അങ്ങനെ ഞാനും അമ്മയും കൂടി ഒരു ചട്ടിച്ചോറൊക്കെ വാങ്ങി കഴിച്ചു. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ചട്ടിച്ചോറ് വാങ്ങിയിട്ട് ഞാനും അമ്മയും എല്ലാം കഴിച്ചു. അത്രയും നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് പെട്ടെന്ന് തന്നെ ഞങ്ങളങ്ങനെ ഇറങ്ങി. പോകുന്ന വഴിക്ക് അല്ലു ബൈക്കിൽ കിടന്നുറങ്ങി. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയുള്ളൂ ഗായ്സ്.